ഇല്ല, താൽക്കാലികമായ തടയലാണ്. നിങ്ങളെ വിശദീകരണം കേട്ടാൽ തോന്നും ആജീവനാന്തം തടഞ്ഞിരിക്കുന്നു എന്നാണുള്ളത്. തീർച്ചയായിട്ടും ഒരു കേസ്, രണ്ടാമത്തെ കേസ്, തുടർന്ന് ഓരോ കേസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ കാലവും ഒളിവിലും പിന്നെ തെളിവിലും പിന്നെ ഒളിവിലും ഒക്കെ ആയിട്ട് ജീവിതം മുന്നോട്ടേക്ക് നയിക്കേണ്ടി വരുന്ന അപൂർവം ഒരാളായിരിക്കും രാഷ്ട്രീയ രംഗത്ത് രാഹുൽ മാക്കൂട്ടത്തിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഫലപ്രദമായിട്ട് നിയമത്തിൻ്റെ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടും. അതിൽ ഒരു സംശയവും ആർക്കും ഉണ്ടാവേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. താൽക്കാലികമായി തടഞ്ഞതുകൊണ്ട് താൽക്കാലികമായിട്ട് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ കേസുകൊണ്ട് രണ്ടാമത്തെ കേസിന് വീണ്ടും ഇതുപോലെ തന്നെയുള്ള പ്രൊസീഡിങ്സ് ആരംഭിക്കേണ്ടി വരും. അപ്പോൾ മൂന്നാമത്തെ ഇപ്പം തന്നെ വന്നിട്ടുണ്ട്, അതും വരും. ആദ്യത്തെ ഈ കാര്യം പുറത്തു വന്ന സ്ത്രീക്ക് നേരെ ഇന്നലെ വീട് കയറി കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തി എന്നുള്ള പുതിയ കേസാണ് ഞാനിങ്ങോട്ട് വരുമ്പോൾ നിങ്ങളുടെ ചാനലിൽ കേൾക്കുന്ന സ്ഥിതി ഉണ്ടായത്. അപ്പോൾ നിരവധിയാണ് കേസ്. ആ കേസുകളിൽ ഒരു താൽക്കാലികമായ ഒരു വിധിയാണ്, വിധിയല്ല, അറസ്റ്റ് ചെയ്യാൻ പാടില്ല അതുവരെ 15-ാം തീയതി കേസ് എടുക്കുന്നത് വരെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഇത് വലിയ ഗുരുതരമായ കേസാണ്. ആ കേസ് ഫലപ്രദമായിട്ട് നിയമപരമായി കൈകാര്യം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഞങ്ങളിത് ഈ പറയുന്നതെല്ലാം തന്നെയല്ലേ പ്രചരണം. ഞങ്ങൾ തീരുമാനിച്ചുകൊണ്ട് മാത്രമല്ല. ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, സാധാരണ ഒരു 9.5 വർഷക്കാലം, ഞാൻ ഇന്നലെ പത്രസമ്മേളനങ്ങളോട് പറഞ്ഞില്ലേ, 9.5 വർഷക്കാലമൊക്കെ ഭരണം നടത്തി സ്വാഭാവികമായിട്ട് ഇലക്ഷൻ നടന്നാൽ എത്ര വലിയ രീതിയിലുള്ള ഗവൺമെൻറ് വിരുദ്ധ വികാരങ്ങളും പ്രചരണങ്ങളുമാണ് നടക്കുക. എന്തെങ്കിലും ഒരംശം കേരളത്തിൽ നടക്കുന്നുണ്ടോ? ആരാ പ്രതിക്കൂട്ടിലായത്? ഭരണകക്ഷിയല്ല പ്രതിക്കൂട്ടിലായത്. പ്രതിപക്ഷം പ്രതിക്കൂട്ടിലായ അത്യപൂർവം തിരഞ്ഞെടുപ്പാണിത്. അതാണിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അകത്ത് യാതൊരു പ്രശ്നമില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ചരിത്ര വിജയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നേടാൻ പോകുന്ന വിജയം. ഈ കെ മുരളീധരൻ പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒളിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയാണോ എന്നൊരു സംശയമുണ്ടെന്ന്. മറുപടി അർഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, അവർ പ്രതിസന്ധിയിലാണ്, UDF പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധി അവരിങ്ങനെ ഓരോ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുരളീധരൻ പറഞ്ഞതിനോട് ഞാൻ പ്രതികരിക്കുന്നില്ല, അതിന് കാര്യമില്ല. അത് ശരിയായ രീതിയിൽ ഒളിപ്പിച്ചത് കോൺഗ്രസ്സാണ്. ഇപ്പോഴും കോൺഗ്രസിൻ്റെ ഒളിവ് ജീവിതത്തിൽ അതിൻ്റെ തണലിലാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. ആ സംരക്ഷണം ഇപ്പോഴും ഉണ്ട്. അതാണ് ഉള്ള സംഭവം. അതിന് മാറ്റി അത് വേറൊരു രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു കോൺഗ്രസ് നേതാക്കന്മാരെന്ന് മാത്രമേ ഉള്ളൂ. കോൺഗ്രസ് നേതാക്കന്മാരിൽ ചിലർ പറഞ്ഞല്ലോ, ഭാവി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കും രാഹുൽ മാക്കൂട്ടത്തിൽ എന്ന് പറയുന്നവരുടെ മാനസിക നിലയെ സംബന്ധിച്ച് ഗൗരവം ആലോചിക്കല്ലാണ്ട് വേറെ എന്താ ചെയ്യുക? എന്നൊന്നും ഞാൻ പറയുന്നില്ല. രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഘടകം ഇല്ലെങ്കിലും UDF വലിയ തിരിച്ചടി ഉണ്ടാവും. പിന്നെ എങ്ങനെയാ ഒന്നാമത്തെ ഘടകം അതാകുക? തിരിച്ചടി ഉറപ്പാണ്. പുറമെ രാഹുലിനെ സംരക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ തള്ളിപ്പറയുന്നു പറയുന്ന കോൺഗ്രസ്സുകാർ ഉള്ളിൽ ഇങ്ങനെ ഒരു മനസ്സുകൊണ്ടെങ്കിലും പിന്തുണ നൽകുന്ന അവർക്ക് എന്തെങ്കിലുമൊക്കെ വായിക്കാൻ. കോൺഗ്രസ്സിൽ 2 വിഭാഗമുണ്ട്. ഒന്ന് ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന ക്രിമിനൽ സംഘമുണ്ട്, അതൊന്നുമല്ലാതെ ശുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകളുമുണ്ട്. ഇതൊക്കെ നമുക്ക് ഇതിൽ തന്നെ കാണാൻ കഴിയുന്നതാണ്. ഇത്രയേ ഉള്ളൂ.